പണ്ടൊരു കാട്ടിൽ മിടുക്കനായ ഒരു കരടി ജീവിച്ചിരുന്നു. അവനെന്നും ക്ഷാമകാലത്തേക്ക് വേണ്ടി തേൻ ശേഖരിച്ചു വെക്കുമായിരുന്നു. അങ്ങനെ അന്നും പതിവ് പോലെ അവൻ തേൻ ശേഖരിക്കാൻ പോയി. അപ്പോഴാണ് അതുവഴി തന്റെ സുഹൃത്തായ തേനീച്ച പറന്നു വന്നത്. പിന്നല്ലാതെ എനിക്ക് പറഞ്ഞു തന്ന പോലെ ഞാനിപ്പോൾ ഇന്നും തേൻ ശേഖരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതുവരെ പട്ടിണി എടുക്കേണ്ടി വന്നിട്ടില്ല. നീ വരുന്നു എന്റെ കൂടെ? ഇതും പറഞ്ഞവർ രണ്ടുപേരും പിരിഞ്ഞു. കുറഞ്ഞ സമയത്തിന് ശേഷം മാനമിരുണ്ടു. തേനെടുക്കാൻ പോയ കരടിക്കുട്ടൻ സമയം പോയതറിഞ്ഞില്ല. അവൻ കുടത്തിൽ നിറയെ തേനുമായി വീട്ടിലേക്ക് വേഗം നടന്നു. നല്ല മഴ വരുന്നുണ്ട്, വേഗം നടക്കാം. എന്നായെങ്കിൽ നല്ല അടിപൊളി സ്വർണ്ണ നിറത്തിലുള്ള തേനാണ് കിട്ടിയതും. പെട്ടെന്നാണ് വലിയ കാറ്റ് വീശിയതും ഇടിമിന്നലടിച്ചതും. എത്രയും പെട്ടെന്ന് എവിടെയെങ്കിലും കയറി നിൽക്കണം. ഇല്ലെങ്കിൽ ഇപ്പോൾ മഴ നനഞ്ഞ് ഞാൻ ഇഷ്ടപ്പെട്ട് ശേഖരിച്ചതിന്റെ തേനൊക്കെ വെള്ളത്തിലാവും. തേൻകുടവുമായി നമ്മുടെ കരടിക്കുട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ട് കയറി നിൽക്കാൻ ഒരു സ്ഥലം നോക്കി. പെട്ടെന്നാണ് ദൂരെ ഒരു ഗുഹ ശ്രദ്ധയിൽപ്പെട്ടത്. ഒരു ഗുഹയല്ലേ അത്? വേഗം തന്നെ അതിനുള്ളിൽ കയറിക്കൂടാം. മഴ തോന്നിട്ട് ഈ വീട്ടിൽ പോകാം. കരടിക്കുട്ടൻ വേഗം തന്നെ ഗുഹയ്ക്കുള്ളിലേക്ക് ഓടിക്കയറി. ഗുഹയ്ക്കുള്ളിലേക്ക് കയറിയതും കരടിക്കുട്ടൻ പേടിച്ചു പോയി. നമ്മുടെ കരടിക്കുട്ടൻ അറിയാതെ കയറിയത് ഒരു സിംഹത്തിന്റെ ഗുഹയിലേക്കായിരുന്നു. നമസ്കാരം, എല്ലാവർക്കും സുഖമല്ലേ? ഇതെന്താ മഴ അല്ലേ? അതെ, മഴ, വിശപ്പ്, കരടി. ആഹാ, അന്തസ്. അയ്യോ, എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ മഴ പെയ്തപ്പോൾ അറിയാതെ ഓടിക്കയറിയതാണ്. നിങ്ങളുടെ ഗുഹ എന്ന് അറിഞ്ഞില്ല. ഗുഹയിലേക്ക് വരുന്ന അതിഥികളെ ഞങ്ങളൊന്നും ചെയ്യാറില്ല, അല്ലേ? അതെ, അവർ നേരെ വന്ന് സിംഹരാജാവിന് മുന്നിൽ ഇരുന്നു കൊടുക്കാറാണ് പതിവ്. ഒരുപാട് നാളായി ഒരു മുട്ടൻ കരടിയെ ശാപ്പിട്ടിട്ട്. അതെ അതെ, എന്നാൽ ഇവനെ അങ്ങോട്ട് ശരിപ്പെടുത്തുകയല്ലേ? നിൽക്ക്, എന്താ നിന്റെ കയ്യിലുള്ള കുടത്തിൽ? സിംഹരാജാവിന്റെ ഈ ചോദ്യം കേട്ടപ്പോൾ മിടുക്കനായ കരടിക്കുട്ടന് ഒരു ബുദ്ധി തോന്നി. പ്രഭു, വേറെ ആരോടും പറയില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. എന്താണ്? വേഗം പറയൂ. അത് ഈ കുറുക്കനും ചെന്നായും ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പറഞ്ഞത് കേട്ടില്ലേ? രണ്ടാളും പുറത്തു പോകൂ. പ്രഭു, പുറത്തു നല്ല മഴയാണ്. ഞങ്ങൾ ഇവിടെ തന്നെ നിന്നാൽ പോരെ? പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ നിങ്ങളെ ഞാൻ... പറയൂ, നിനക്കെന്താണ് പറയാനുള്ളത്? പ്രഭു, ഇതൊരു മാജിക് തേനാണ്. എന്റെ മുൻമുത്തശ്ശി നാട്ടിലേക്കാൾ ആയുർവേദ മരുന്നുകൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. എന്ത് മാജിക്? എന്താണ് ഈ തേനിന്റെ പ്രത്യേകത? കേൾക്കട്ടെ. ഈ തേൻ ആര് കുടിക്കുന്നോ അവർക്ക് ഈ കാട്ടിലെ ഏറ്റവും വലിയ ശക്തിയുള്ളവരാവാം. അല്ലാതെ അവർക്ക് മരണമില്ല. എല്ലാ കാലത്തും ഒരുപോലെ പ്രായമാവാതെ നിൽക്കും. അത് കൊള്ളാമല്ലോ. എന്നാൽ ഈ കാട്ടിലെ രാജാവായ ഞാൻ തന്നെയാണ് ആ തേൻ കുടിക്കേണ്ടത്. അത് എനിക്ക് തന്നേക്ക്. അയ്യോ പ്രഭു, ഇത് അങ്ങനെ കുടിക്കാൻ പറ്റില്ല. പിന്നെ? വെറുതെ ഈ തേൻ മാത്രം കുടിച്ചാൽ ഇതിലെ മാജിക് ഗുണം ചെയ്യില്ല. അതിനൊരു കാര്യം കൂടി ചെയ്യണം. എന്റെ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്. എന്ത് കാര്യം? ഒരു ചെന്നായുടെ വാൽ കൂടി ഇതിലിട്ട് തിളപ്പിച്ച് കഴിക്കണം. എന്നാലേ ഇതിന്റെ ഗുണം അനുഭവിക്കാൻ കഴിയൂ. എനിക്ക് എവിടെ നിന്ന് കിട്ടാനാ ചെന്നായുടെ വാൽ? ഇതുകൊണ്ട് അന്ന് തന്നെ ഈ തേനെടുത്തോളൂ. നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടല്ലോ ചെന്നായ. മന്ത്രി, ചെന്നായോട് വേഗം വരാൻ പറയൂ. അയ്യോ, എന്റെ വാൽ ഞാൻ തരൂല. മന്ത്രി വിളിച്ചത് കേട്ടില്ലേ? ചെന്നായോട് വേഗം വരാൻ പറയൂ. ദാ വരുന്നു പ്രഭു.
അവർ രണ്ടുപേരും പേടിച്ച് വിറച്ച് രാജാവിനെ കാണാൻ പോയി. എനിക്ക് നിങ്ങളുടെ വാൽ വേണം. ഇല്ല, ഞാൻ തരില്ല. ഇത് പറഞ്ഞ് ചെന്നായ ഓടി. മന്ത്രി, ഞാൻ അവനെ പിടിക്കാൻ പോവുകയാണ്. അതുവരെ ഈ കരടിയെ നോക്കണം. ഇതവന്റെ ബുദ്ധിയാണെങ്കിൽ അവനെ നമുക്ക് ഒരുമിച്ച് ശരിപ്പെടുത്താം. ഇതും പറഞ്ഞ് സിംഹം ചെന്നായയെ പിടിക്കാൻ പോയി. അങ്ങനെ ഗുഹയ്ക്കുള്ളിൽ കരടിയും കുറുക്കനും മാത്രമായി. അയ്യോ, ഒരു കാര്യം പറയാൻ മറന്നു. എന്ത് കാര്യം? അത് നിങ്ങളോട് പറയാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഒന്ന് വേഗം സിംഹരാജാവിനെ വിളിച്ചു കൊണ്ടുവരുമോ? അയ്യടാ, നിന്റെ ഐഡിയ മനസ്സിലിരിക്കട്ടെ. ഞാൻ സിംഹരാജാവിനെ വിളിക്കാൻ പോകുന്ന തക്കം നോക്കി നിനക്ക് രക്ഷപ്പെടാനല്ലേ. അതെന്റെ അടുത്ത് നടക്കില്ല മോനെ. അയ്യോ, അതല്ല. ദേവനെ ശക്തി ലഭിക്കാൻ ചെന്നായുടെ വാൽ മാത്രം പോരാ. പിന്നെ വേറെ എന്താണ് വേണ്ടത്? അത് പറഞ്ഞാൽ നീയൊന്നും ചെയ്യരുതേ. ഇല്ല, നീ പറ. നിന്നെ നോക്കാൻ ഏൽപ്പിച്ച മഹാരാജാവ് പോയത്. സിംഹരാജാവ് വരുമ്പോൾ നിന്നെ ശരിയാക്കിയത് കണ്ടാൽ മൂപ്പർ എന്നെ ശരിയാക്കും. നീ കാര്യം പറ. അത് പിന്നെ ചെന്നായുടെ വാലിന്റെ കൂടെ ഒരു കുറുക്കന്റെ വാലും ചേർത്ത് വേണം തേൻ തിളപ്പിച്ച് കഴിക്കാൻ. എന്നാലേ ഈ തേനിന്റെ ശക്തി ഫലിക്കൂ. ദൈവമേ, നീ എന്നോട് പറഞ്ഞത് പറഞ്ഞു. ഇത് നീ ആ വട്ടൻ രാജാവിനോട് പറയല്ലേ. പറയാതെ പിന്നെ മാന്ത്രിക തേനിന്റെ ശക്തി ഫലിച്ചില്ലെങ്കിൽ പിന്നെ എന്നെ ശരിയാകില്ലേ രാജാവ്? ആ രാജാവ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. എന്നാൽ ഞാൻ കാശിക്ക് പോയെന്ന് പറഞ്ഞേക്ക്. അങ്ങനെ മഴ മാറി കരടി തന്റെ തേനുമായി വീട്ടിലേക്ക് പോയി. മിടുക്കനായ കരടിക്ക് അവസരോചിതമായ ഇടപെടൽ കാരണം സ്വന്തം ജീവൻ തിരിച്ചു കിട്ടി. ജീവിതത്തിൽ പേടിക്കാതെ മുന്നേറുക. പണ്ട് പണ്ടൊരു കാട്ടിൽ ഒരു മടിയനും പേടിത്തൊണ്ടനുമായ മുയൽ താമസിച്ചിരുന്നു. മടി കാരണം വീട്ടിൽ ഒന്നും തന്നെ കഴിക്കാനുണ്ടായിരുന്നില്ല. ഒരു ദിവസം അങ്ങനെ നമ്മുടെ മടിയനായ മുയൽ മനസ്സില്ലാ മനസ്സോടെ ഭക്ഷണം തേടി പുറപ്പെട്ടു. അപ്പോഴാണ് ഒരാം അതുവഴി നടന്നു വന്നത്. അല്ല, ഇതാര്? എത്ര നാളായി കണ്ടിട്ട്. നമുക്കൊരു ഓട്ട മത്സരം വെക്കണ്ടേ? കളിയാക്കിയത് അന്ന് ഞാൻ ഉറങ്ങിപ്പോയത് കൊണ്ട് മാത്രമാണ് നീ ജയിച്ചത്. അത് നീ മറക്കരുത്. അത് ശരി, നീ ഉറങ്ങിപ്പോയതിന് ഞാൻ എന്ത് പിഴച്ചു? അഹങ്കാരം നല്ലതല്ല. എന്ത് പഠിപ്പിച്ചു തന്നില്ലേ, അതിനൊരു താങ്ക്സ് ഉണ്ടിട്ടാ. അതൊക്കെ പോട്ടെ, വിശന്നിട്ട് വയ്യ. നിന്റെ കയ്യില് എന്തെങ്കിലും ഉണ്ടോ കഴിക്കാൻ? എനിക്കറിയാമായിരുന്നു നീ വരുമെന്ന്. ഞാൻ നിനക്ക് വേണ്ടി ആ മാവുംചോട്ടിൽ കുറച്ച് ക്യാരറ്റ് കൂട്ടിയിട്ടിട്ടുണ്ട്. അതെടുത്തോന്ന് പറയാൻ വേണ്ടി വീട്ടിലേക്ക് വരികയായിരുന്നു. ആണോ? എന്നാൽ ആദ്യമേ പറയണ്ടേ? താങ്ക് യു ആമക്കുട്ടാ. ഇങ്ങനെ ഒരു മടിയും കൊതിയെ. പെട്ടെന്നാണ് ദൂരെ കുറച്ച് ക്യാരറ്റ് കൂട്ടിയിട്ടത് നമ്മുടെ മുയൽ കണ്ടത്. ഇത് കണ്ട മുയലിന്റെ നാവിൽ വെള്ളം മുറി. അങ്ങനെ നമ്മുടെ മടിയനായ മുയൽ ആത്തിയോടെ അവിടെ കിടന്ന ക്യാരറ്റ് മുഴുവൻ ശാപ്പിട്ടു. എന്താ സ്വാദ്! എന്നും ഇങ്ങനെ ക്യാരറ്റ് കിട്ടിയിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു. നല്ല ശീലം. ഇനി കുറച്ച് ഉറങ്ങിയിട്ട് പോകാം. മടിയനായ മുയൽ വീണ്ടും മടി പിടിച്ച് തൊട്ടടുത്തുള്ള ഒരു മരത്തിന് ചുവട്ടിൽ പോയി കിടന്നുറങ്ങി. പെട്ടെന്നാണ് അവൻ ഒരു സ്വപ്നം കണ്ടത്. ആകാശം വലിയ കഷ്ണങ്ങളായി പിളർന്ന് ഭൂമിയിലേക്ക് വീഴുന്ന പോലെ മുയലിന് തോന്നി. പെട്ടെന്നാണ് ഒരു മാമ്പഴം മുയലിന്റെ തലയിൽ വീണത്. ഇതും പറഞ്ഞ് മുയൽ ഓടാൻ തുടങ്ങി. ഹലോ, ഒന്ന് നിന്നേ. എങ്ങോട്ടാ ഇത്ര ധൃതിയിൽ? സംസാരിച്ചു നിൽക്കാൻ സമയമില്ല. ജീവൻ വേണമെങ്കിൽ എന്റെ കൂടെ ഓടിക്കോ. അതെനിക്കെങ്ങനെ ഓടി പരിചയമില്ല. ചാടിയ ശീലം. എന്താണ് കാര്യം? ആകാശം ഇടിഞ്ഞു വീഴുന്നു. ഞാൻ അവിടെ മാവും ചുവട്ടിൽ കിടക്കുകയായിരുന്നു. അപ്പോഴാ ഞാൻ കണ്ടത്. പിന്നെ ഒന്നും നോക്കിയില്ല. പടച്ചോനെ കാത്തോളീ.
അതുവഴി നടന്നു വന്ന കരടി മുയലും കുരങ്ങനും ഓടുന്നത് കണ്ടത്. ഹലോ, ഒന്ന് നിന്നെ. രണ്ടാളും എങ്ങോട്ടാ ഇത്ര ധൃതിയിൽ? ഓട്ട മത്സരമാണോ? തമാശ പറഞ്ഞു നിൽക്കാൻ സമയമില്ല. ജീവൻ വേണമെങ്കിൽ ഓടിക്കോ. ആകാശം ഇടിഞ്ഞു വീഴുന്നുണ്ട്. അങ്ങനെ അവർ 3 പേരും ഓടാൻ തുടങ്ങി. അപ്പോഴതാ വഴിയിൽ ഒരു മരത്തിന് താഴെ ഒരാന കിടന്നുറങ്ങുന്നു. എങ്ങോട്ടാ 3 പേരും പേടിച്ചോടി പോകുന്നത്? ആകാശം ഇടിഞ്ഞു വീണോ? അതെ, നിനക്കെങ്ങനെ മനസ്സിലായി ആകാശം ഇടിഞ്ഞു വീഴാൻ പോകുന്നു എന്ന്? ജീവൻ വേണമെങ്കിൽ ഓടിക്കോ. അങ്ങനെ അവർ 4 പേരും ഓടാൻ തുടങ്ങി. ജീവൻ വേണ്ടവർ ഓടിക്കോ, ആകാശം ഇടിഞ്ഞു വീഴാൻ പോകുന്നേ. ഓടി ഓടി അവർ സിംഹത്തിന്റെ ഗുഹയുടെ മുന്നിലെത്തി. എന്താണ് ഒരു ബഹളം? ഉറങ്ങാനും സമ്മതിക്കില്ലേ? എന്താണ് ഇവിടെ ഇത്രയും ബഹളം? ഉറങ്ങാൻ സമ്മതിക്കില്ലേ? പ്രഭു, ആകാശം വീഴാൻ പോകുന്നു. ആരാണ് പറഞ്ഞത്? ഈ ആനയാണ് എന്നോട് പറഞ്ഞത്. അയ്യോ, ഞാനല്ല, എന്നോട് കരടിയാണ് പറഞ്ഞത്. എന്നോട് കുരങ്ങനാണ് പറഞ്ഞത് പ്രഭു. എന്നോട് പറഞ്ഞത് ഈ മുയലാണ് പ്രഭു. അപ്പോൾ നീയാണ് എല്ലാത്തിനും കാരണം അല്ലേ? പ്രഭു, ഞാൻ കള്ളം പറഞ്ഞതല്ല പ്രഭു. ഞാൻ കണ്ടതാണ് ആകാശം ഇടിഞ്ഞു വീഴുന്നത്. എന്റെ ഈ 2 കണ്ണുകൾ കൊണ്ടും ഞാൻ കണ്ടതാണ്. ഞാൻ സത്യമാണ് പറയുന്നത്. ആകാശം ഇടിഞ്ഞു വീഴുന്നത് നീ എവിടെയാണ് കണ്ടത്? എന്റെ കൂടെ വരികയാണെങ്കിൽ ഞാൻ എല്ലാം കാണിച്ചു തരാം പ്രഭു. അങ്ങനെ മുയൽ ഉറങ്ങിക്കിടന്ന സ്ഥലത്ത് അവരെത്തി. ഇവിടെ ഒരു മാങ്ങ മാത്രമാണല്ലോ ഉള്ളത്. ഇതാണോ നീ പറഞ്ഞ ആകാശത്തിന്റെ കഷ്ണം? നീ വല്ല സ്വപ്നവും കണ്ടതായിരിക്കും. സ്വപ്നം കണ്ട് ആകാശം ഇടിഞ്ഞു വീഴുന്നത് പോലെ നിനക്ക് തോന്നിയതാവും. അത് ബാക്കി മൃഗങ്ങളെയും പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ചു. അതല്ലേ ശരിക്കും ഉണ്ടായത്? ക്ഷമിക്കണം പ്രഭു, എനിക്ക് തെറ്റുപറ്റി. ഞാനൊരു സ്വപ്നം കണ്ടതായിരുന്നു. കാള പെറ്റെന്ന് കേട്ട് കയറെടുക്കരുത്.